നമസ്കാരം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇന്ന് വട്ടമേശ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ. പക്ഷേ ആ നേട്ടങ്ങളുടെ ഇന്നത്തെ ബാക്കി പത്രം എന്ത്? കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം കൈവരിക്കാൻ വേണ്ടി ഉള്ള തത്രപ്പാടിൽ SSLC പരീക്ഷാ കൊല്ലം മുഴുവൻ കുളത്തിലായി എന്ന് പറഞ്ഞാൽ ഒരു ക്ലീഷേ ആവില്ല എന്ന് കരുതുന്നു. എന്താണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാവി? എന്താണ് ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രൊഫൈൽ? വട്ടമേശയുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് ജോൺ സാമുവൽ. UNDPയുടെ ഒരു ഉപദേഷ്ടാവാണ്. KP സന്തോഷ് കുമാർ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാൾ. റവറൻഡ് ഡോക്ടർ വർക്കി ആറ്റുപുറത്ത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായ തിരുവനന്തപുരത്തെ പട്ടം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന സാഹസികമായ ഉദ്യോഗം വഹിക്കുന്ന ആളാണ്. ശശി, ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ്റെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റ്. 2 സംസ്ഥാന സർക്കാരുകളുടെയും ഇടതുപക്ഷ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും UDF ഗവൺമെൻറ്റിൻ്റെയും 2 ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കരിക്കുലം കമ്മിറ്റി ആയിരുന്നു, സ്കൂൾ കരിക്കുലം കമ്മിറ്റി അംഗമായിരുന്നു. ചർച്ച നമുക്ക് ആദ്യം അധ്യാപകരിൽ നിന്ന് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നേരിടുന്ന അപജയം, അതിന് കാരണം ഗവൺമെൻറ്റാണോ, സമൂഹമാണോ, അധ്യാപകരാണോ, മാനേജ്മെൻറ്റുകളാണോ, ഗവൺമെൻറ്റാണോ ചോദിച്ചതാണ്, ഉദ്യോഗസ്ഥന്മാരാണോ, അതോ നമ്മുടെ പിള്ളേർ തന്നെയാണോ? എന്താണ് ശശി സാറിൻ്റെ അഭിപ്രായം ഒരു സംഘടനയുടെ കാഴ്ചപ്പാടിൽ? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം പല അർത്ഥങ്ങളിലും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ രക്ഷാകർത്താക്കൾ എല്ലാവരും അടങ്ങുന്ന പൊതുസമൂഹം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരംഭത്തിന് കൊടുത്തിരിക്കുന്ന മതിപ്പ്, ശ്രദ്ധ, അതുകൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ രംഗം അടിക്കടി മുന്നോട്ട് പോകുന്നത്. എങ്കിൽ പോലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അപജയങ്ങളുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. പൊതുസമൂഹം SSLC പരീക്ഷയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം വളരെ ശ്രദ്ധേയമാണ്. ദശാബ്ദങ്ങളായി കുറ്റമറ്റ രീതിയിൽ നടന്നു വരുന്ന, വലിയ ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത തരത്തിൽ നടന്നു വരുന്ന ഒരു പരീക്ഷാ സംവിധാനം കൂടുതൽ പേരെ ജയിപ്പിക്കുവാൻ വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകൾ കാണിക്കുന്ന തിരക്ക്, അത് നിശ്ചയമായും ഗുണമേന്മയെ സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2005 ഗ്രേഡിങ്ങോടുകൂടി SSLC പരീക്ഷ നടപ്പിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ കൊണ്ടുവന്ന നിരന്തര മൂല്യനിർണ്ണയ പ്രക്രിയ, അത് ഒരു പഠിതാവിൻ്റെ മത്സരശേഷിയെ കാര്യമായി മെച്ചപ്പെടുത്തുന്ന ഒന്നാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ അത് വേണ്ട രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും സംശയമുണ്ട്. തുടങ്ങി വെച്ചപ്പോൾ കണ്ട ജാഗ്രത ഇപ്പോഴില്ല. 2005 ശേഷം നിരന്തര മൂല്യനിർണ്ണയത്തിൽ കടന്നുകൂടിയ പാകപ്പിഴകളാണ് റിസൾട്ട് കൂട്ടുവാൻ വേണ്ടിയുള്ള തന്ത്രപ്പാട്. ഫാദർ വർക്കി, ഇതാണോ അതിൻ്റെ കാരണം? ഈ മൂല്യനിർണ്ണയമാണ് ഒരു വിഷയമായിട്ട്, ഒരു പ്രധാന ഘടകമായിട്ട് ബഹുമാനപ്പെട്ട ശശി സാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പൊതുവിദ്യാഭ്യാസ രംഗം വലിയ അപജയത്തിലാണ് എന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. പോരായ്മകളുണ്ട്, മെച്ചപ്പെടുത്തേണ്ട ചില മേഖലകളുണ്ട്. ഒന്നാമതായിട്ട് കേരള സ്റ്റേറ്റ് സിലബസ് അത് താരതമ്യേന നല്ല സിലബസാണ്. കുട്ടികളുടെ പങ്കാളിത്തം കുറേ കൂടെ വിദ്യാഭ്യാസ രംഗത്ത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ വന്നതുകൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ല എന്നുള്ളതും ഒരു നല്ല കാര്യമാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ CBSE ICSE പഠിക്കുന്ന കുട്ടികൾ UP തലം കഴിയുമ്പോൾ ഹൈസ്കൂൾ ആകുമ്പോഴേക്കെങ്കിലും സ്റ്റേറ്റ് സിലബസിലേക്ക് മാറാനുള്ള ഒരു പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിൽ CBSE ICSE സ്കൂളുകളിലൊന്നും ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കാൻ കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇവരെല്ലാം സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നു. അത് ഒന്ന് സ്റ്റേറ്റ് സിലബസിനുള്ള ഒരു നല്ല
അഭിപ്രായം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകം. എന്നാൽ അതിൻ്റെ മറുവശത്ത് അത് +2 ഉള്ളൂ. അല്ല, ഹൈസ്കൂളിലും കുറേ പേര് മാറുന്നുണ്ട്. ഹൈസ്കൂളിലും കുറേ പേര് 8ാം ക്ലാസ് ആകുമ്പോഴത്തേന് സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നുണ്ട്. അത് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടാം, +1 ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടാം എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ ഇപ്പം കണ്ടുവരുന്നത്, 1ാം ക്ലാസ്സിൽ ചേരുന്ന ഒരു കുട്ടി 10 വർഷം കഴിയുമ്പോൾ അവൻ സ്കൂളിൽ വന്നാലും വന്നില്ലെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും 10ാം ക്ലാസ് ജയിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ, നിരന്തര മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ച് സ്കൂളിൽ വരാത്തവനും പഠിക്കാത്തവനും 10ൽ 10 മാർക്ക് കൊടുക്കുന്ന പ്രവണത. എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടുന്നവനും 10ൽ 10 മാർക്ക് C മാർക്ക് കിട്ടും. അപ്പോൾ സ്കൂളിനകത്ത് തന്നെ ഈ മാർക്ക് കൊടുക്കുന്നതിനകത്ത് തന്നെ ഒരു അനീതി. എന്നോട് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു, ഞാൻ ഇച്ചിരിയുടെ മാർക്ക് C മാർക്ക് കുട്ടി കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏറ്റവും മോശമായ കുട്ടിക്ക് 20ൽ 20 മാർക്ക് കൊടുത്താൽ നന്നായി പഠിക്കുന്ന കുട്ടിക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ന്യായമായിട്ടുള്ള മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു നിലപാട് എല്ലായിടത്തും ഉണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ കുട്ടികളെ എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് ജയിപ്പിക്കുക. 10ാം ക്ലാസ്സിലെ നമ്മുടെ സർട്ടിഫിക്കറ്റിനും നിലവാരത്തിനൊക്കെ വലിയ വില കൽപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കേരള സമൂഹത്തിൽ 10ാം ക്ലാസ് ഈസിയായിട്ട് ജയിക്കാമെന്നുള്ളൊരു ധാരണ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ പഠനത്തിൽ കുട്ടികൾ ജയിച്ചു പോകുമെന്നുള്ളൊരു ധാരണയുണ്ടായി. ഇപ്പോൾ ആത്മഹത്യയൊക്കെ കുറഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, ആരും തോക്കാത്തതുകൊണ്ട്. സന്തോഷ് കുമാർ സാർ, എല്ലാവരും ജയിപ്പിക്കുന്ന പ്രവണത ശരിയാണോ? അതാണ് ചോദ്യം. SSLC പരീക്ഷാഫലവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വല്ലാതെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുന്ന നിലയിലേക്ക് SSLC പരീക്ഷാഫല പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ബോധപൂർവം SSLC പരീക്ഷാഫലം ഈ മേഖലയെ അവമതിപ്പിനിടയാക്കുന്നതിൽ പ്രയോഗിച്ചു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. തെറ്റുകുറ്റങ്ങൾ ഒഴിവാക്കി ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളെടുത്ത് ഫലം പ്രഖ്യാപിക്കുന്ന രീതി മാറ്റി ആരാ ഉത്തരവാദി? കേരളത്തിലെ ഏതെങ്കിലും അധ്യാപകനാണോ? പ്രയാസപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണോ? സ്കൂളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന PTA ആണോ? ഗ്രാമപഞ്ചായത്താണോ? ജില്ലാ പഞ്ചായത്താണോ? MLA ആണോ? ഇങ്ങനെ ഒരുപാട് ആളുകൾ നാട്ടുംപുറങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളുടെ സംരക്ഷകരായി നിൽക്കുമ്പോൾ അടിക്കടി ഇത് SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷത്തെ പോലെ ഏപ്രിൽ 16 ഫലം പ്രഖ്യാപിക്കണം, അതുകൊണ്ട് വാല്യുവേഷൻ പെട്ടെന്ന് തീർക്കണം എന്നതിൽ സമ്മർദ്ദം കൊടുക്കുകയാണെന്ന് പറഞ്ഞു. അതിന്മേൽ ശരിയായ നിലപാടെടുത്തിട്ടുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒരു പരീക്ഷ നടത്തിപ്പ് കൊണ്ടോ മെച്ചമാവുകയോ മോശമാവുകയോ ചെയ്യുന്നില്ല. ഒരു കാര്യം തുടർച്ചയായി ഉണ്ടാവില്ല. SSLC പരീക്ഷ ക്രമമായിട്ട് വർഷങ്ങളായി കേരളത്തിൽ ശരിയായ രീതി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളുമുണ്ട്. അതിൽ ഇടപെടുകയും അത് വേണ്ടാത്തതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതിന്റെ ദുരന്തമല്ലേ ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അഴകായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഈ വിഷയം എടുത്തതിന്റെ കാരണം SSLC പരീക്ഷാഫലം കുളമായി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ SSLC പരീക്ഷാഫലം ഒരു ദുരന്തമായതുകൊണ്ട്, ഒരു വർഷത്തെ ഫലം ദുരന്തമായതാണ് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നതിനോടാണ് അടിസ്ഥാന പ്രശ്നം സർക്കാരിന്റെ പോളിസി തന്നെയാണ്. നമ്മൾ ലോകത്തിന്റെ ഒരു ആഗോള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാഴ്ചപ്പാടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എവിടെ നിൽക്കുന്നു? ഒന്ന്, കേരളത്തിൽ മൊത്തത്തിലൊരു മീഡിയോക്രിറ്റി ഉണ്ട്. അതെ, ആ മീഡിയോക്രിറ്റി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെയും നമ്മുടെ ഹെൽത്ത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കേരള വികസന മോഡൽ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ 19ാം നൂറ്റാണ്ട് തൊട്ട് സാർവത്രിക വിദ്യാഭ്യാസമാകുന്നതിന് വേണ്ടി ഒരു വളരെ വലിയ എഫേർട്ട് വന്നു. അത് കമ്മ്യൂണിറ്റികൾ, പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സ്, സത്യമായി പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, നമ്മളിപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്ന സാധനം കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. കാരണം സ്കൂളുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൽ കൂടി. അത് ഇപ്പോൾ അതിൻ്റെ ഒരു ഗുണമേന്മയാണ് പ്രശ്നം. ഇപ്പോൾ ഈ സാർവത്രികമാണ് കേരളത്തിൽ വിദ്യാഭ്യാസം. പക്ഷേ മേന്മ ആർക്കും വേണ്ട. ആ മേന്മയിലുള്ള എന്താ പറഞ്ഞ ഒരു ക്യുമുലേറ്റീവ് ഡീഗ്രഡേഷൻ, ആ ക്യുമുലേറ്റീവ് ഡീഗ്രഡേഷൻ്റെ ഭാഗം ഇത് ഒരു സർക്കാരിൻ്റെ അല്ല, പല മാറി വന്ന സർക്കാരുകളുടെ ആറ്റിറ്റ്യൂഡും ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ഫ്രം ഓൾ സെക്ഷൻ. ഇതിൻ്റെ കാര്യം വെച്ചിട്ട് ഇന്ന് ഗവൺമെൻറ് സ്കൂളുകൾ, ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൽ 480 കുട്ടികളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 58 കുട്ടികളാണ്. അതിൽ 52 പേര് ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഇതിൻ്റെ ഭീകരാവസ്ഥയാണ് ഞാനിപ്പോൾ ഗ്രാമതലങ്ങളിൽ കാണുന്നത്. ഒരുപാട് പ്രൈവറ്റ്, നേരത്തെ ഓരോ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു സ്കൂൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. SNDPക്ക് ഒരു സ്കൂള്, NSSൻ്റെ ഒരു സ്കൂള്, ചർച്ചിൻ്റെ സ്കൂൾ. ഇപ്പോൾ പ്രൈവറ്റ് പാർട്ടീസ് ഒരുപാട് സ്കൂളുകളുണ്ട്. 5 സ്റ്റാർ തൊട്ട്
താഴോട്ട് ഉണ്ട്. 5 ലക്ഷം രൂപ വാർഷിക ഫീസ് തൊട്ട് താഴോട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ ജാതിക്കാരും അവരവരുടെ കുട്ടികളെ ആ സ്കൂളിൽ വിടുകയും, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഒരേ ബെഞ്ചിലിരുന്ന് എല്ലാ മതവും എല്ലാ ജാതിയും അങ്ങനെ വളർന്നുകൊണ്ട് നമുക്കിപ്പോഴും ഒരു സെക്കുലർ ആറ്റിറ്റ്യൂഡുണ്ട്. ഇത് വളരെ വളരെ അപകടകരമായ കാര്യത്തിലോട്ടാണ് പോകുന്നത്. ഇത് ആരും ശ്രദ്ധിച്ചില്ല. 2 അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ്, വീട്ടുകാർ. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 8ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് ഒരു വിഭാഗം കുട്ടികൾ, ഇപ്പം അച്ഛൻ പറഞ്ഞല്ലോ, ഈ കൂടുതൽ മാർക്ക് കിട്ടും എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളെല്ലാം കാണുന്നതാണ്, നമ്മൾ CBSE അല്ലെങ്കിൽ ICSE അല്ലെങ്കിൽ ഇവിടെ കേംബ്രിഡ്ജിൽ നിന്നൊക്കെ ആൾക്കാരെ ഇങ്ങോട്ട് മാറും, കാരണം വളരെ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ഇത് 2 രീതിയിലാണ് പറ്റുന്നത്. ഒന്ന്, കേരളത്തിലെ സാമാന്യ സാമ്പത്തിക ശേഷിയുള്ളത്, അതായത് ഒരു വർഷം 20 ലക്ഷത്തിൽ കൂടുതൽ വരുമാനവും ടെർഷറി എഡ്യൂക്കേഷനുള്ള ഒരു നല്ല വിഭാഗം ആൾക്കാർ അവരുടെ മക്കളെ, എൻ്റെ മക്കൾ സഹിതം 11ാം ക്ലാസ് ആകുമ്പോഴത്തേനും 12ാം ക്ലാസ് ആകുമ്പോൾ കേരളത്തിന് വെളി വിടും. ഇതിപ്പോൾ സാർവത്രികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഡൽഹിയിലായാലും സെൻറ്റ് സ്റ്റീഫൻസോ അല്ലെങ്കിൽ സെൻറ്റ് സേവിയേഴ്സോ അല്ലെങ്കിൽ ഏറ്റവും കുറേ കുട്ടികളെ ഇപ്പം വിദേശത്താണ് വിടുന്നത്. കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വിഭാഗം കുട്ടികളെ UK മറ്റിടത്തോട്ട് വിടുക. ഇതിൻ്റെ 2 പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്യുമുലേറ്റീവ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാകുക. ഈ പോകുന്ന കുട്ടികൾ പലപ്പോഴും ഇങ്ങോട്ട് വരത്തില്ല, തിരിച്ചു വരുന്നില്ല. ഞങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിന് പോയിട്ട് പോലും തിരിച്ചു വന്നിട്ടില്ല. വരുന്നതിലൊരു 10%. അത് വലിയൊരു അപജയമാണ്. 2, ഇവിടെ ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് ടീച്ചേഴ്സിനെ എടുക്കുന്നത് ക്വാളിറ്റി ഉള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ്. കാരണം PSC ടെസ്റ്റ് എഴുതി കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ഏറ്റവും പ്രഗത്ഭരായ വളരെ ക്വാളിറ്റി ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈസ്കൂൾ അധ്യാപകരുമായിട്ട് ഇടപെട്ടപ്പം വളരെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുണ്ട് ഇവിടെ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ ആ അക്കൗണ്ടബിലിറ്റിയും മാതാപിതാക്കളുടെ ആവശ്യവും 2-2ആണ്. കാരണം അവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കേരളത്തിൽ BTechന് 18% മൊത്തത്തിൽ വിജയം. അതിൻ്റെ അകത്ത് 18% വിജയിക്കുന്നവർ എംപ്ലോയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2%, 5%. ഇപ്പോൾ BTech, ഞാൻ വളരെയധികം BTech കേരളത്തിൽ നിന്ന് പാസ്സാകുന്ന ഒരാളോട് ഒരു ആവറേജ് ഒരു 4 പേജ് തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ ഒരു പേജ് ചോദിച്ചാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് സ്കില്ല്, പണ്ട് 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ഒരാൾ അവരുടെ ലാംഗ്വേജ് സ്കില്ല്, മറ്റ് സ്കിൽസുകൾ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ക്വാളിറ്റി വളരെ. വേറെ ഒരു വശം കൂടി ഉണ്ടാകും. ഈ 18% കഴിഞ്ഞ് ബാക്കി വരുന്ന 82% ഒരിക്കലും BTech പാസ്സാകത്തില്ല. ഒരിക്കലും പാസ്സാകത്തില്ല. അതാണ് അവരുടെ ഭാരമാണ് കേരളം വഹിക്കേണ്ടത്. ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളുടെ കൂട്ടാണ് ഇന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ. എന്നെ പല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ ഈ ആനിവേഴ്സറിക്ക് വിളിക്കും. അവിടെ 80% പെൺകുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വേറൊരു ജെൻഡർ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അതായത് ഒരു വീട്ടിൽ തന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. ആൺകുട്ടിയെ വെളിയിൽ വിട്ട് എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ ഡെന്റലിനോ പഠിക്കും. പെൺകുട്ടി ഇവിടെ BSCയോ മറ്റൊക്കെ പഠിച്ചിട്ട് ഒരു B.Ed ആയി എവിടെയെങ്കിലും. അധ്യാപകർക്ക് പല പ്രൈവറ്റ് സ്കൂളുകളിലും കൊടുക്കുന്ന 3000 രൂപ 4000 രൂപയാണ്. അത് മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് സമൂഹം പോയി. അല്ലേ ശശി സാർ, ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമായിട്ട് മാറുകയല്ലേ? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എന്ത് പറ്റിയെന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഈ ജോൺ സാമുവലിൻ്റെ ഈ വിശദീകരണത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്താണ് ഒരു പരിഹാരം കാണാൻ പറ്റുക? പലപ്പോഴും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരുകളുടെ മികവ്, SSLC റിസൾട്ട്, ഹയർ സെക്കൻഡറി റിസൾട്ട് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത് ശരിയായ പ്രവണതയല്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തന മികവ് SSLC റിസൾട്ട് കൂടുന്നതിലോ ഹയർ സെക്കൻഡറി റിസൾട്ട് കൂടുന്നതിലോ ആകരുത്. ക്വാളിറ്റി എഡ്യൂക്കേഷന് പ്രാമുഖ്യം കൊടുക്കണം. ഒരു കാലത്ത് ഇവിടുത്തെ അധ്യാപകർ, കേരളത്തിലെ പഠിച്ചു വരുന്ന കുട്ടികൾ, ഇന്ത്യയിൽ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ വിദേശ സർവകലാശാലകളിലൊക്കെ പാണ്ഡിത്യമുള്ള വലിയ വലിയ പ്രഗത്ഭരായ അധ്യാപകരായി മാറിയിട്ടുണ്ട്. ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് മുന്തിയ പ്രാധാന്യം കൊടുക്കുന്നൊരു സംവിധാനം വേണം. മികവുള്ള പാഠ്യപദ്ധതി വേണം. അപ്പോൾ അതാണ് ഈ ഓൾ പാസ് എന്നുള്ളത് വേണ്ടതാണോ പറയുന്നത്? ഒരു കാരണവശാലും പാടില്ല. ഒന്നില് പബ്ലിക് എക്സാമിനേഷൻ മാറ്റിവെക്കുക. ഇത്രയും കോടി രൂപ നടത്തി ഈ 10ാം ക്ലാസ്സിലെ പബ്ലിക് എക്സാമിനേഷൻ നടത്തിയിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, ഔട്ട്പുട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഓൾ പാസ് ചെയ്യുക. അപ്പോൾ പക്ഷേ 11ലും 12ലും വളരെ വ്യത്യസ്തമായ
അപ്രോച്ച് വേണ്ടി വരും. A+ കംപ്ലീറ്റ് സാറിന് അച്ഛൻ്റെ പള്ളി സ്കൂളിലെ കുട്ടികളെ ഒന്ന് പരിശോധിക്കണം. A+ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾ. നാട്ടിൻപുറത്തും നഗരപ്രദേശങ്ങളിലും ഇങ്ങനെ കുട്ടികളുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ആ കുട്ടികളൊന്നും ഈ പറഞ്ഞതുപോലെ ഒരു ശേഷിയുമില്ലാത്ത വിദ്യാഭ്യാസത്തിൻ്റെ പ്രതിഭകളല്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്തി പൊതുവിദ്യാഭ്യാസത്തിന് താഴോട്ടാണ് എന്ന് ചിന്തിക്കുന്നത്. ഏറ്റവും ഉദാഹരണം എൻ്റെ അടുത്തിരിക്കുന്ന അച്ഛൻ്റെ വിദ്യാലയം തന്നെ വെക്കുക. നിരവധി ആയിരക്കണക്കിനായ കുട്ടികൾക്ക് ഇവർക്കൊന്നും ഒരു നിലവാരം. നമ്മൾ പക്ഷേ ചില സങ്കല്പങ്ങളാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ ചില അളവുകൾ വെച്ചിട്ടും പറയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്കും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും വലിയ പങ്കുണ്ട്. അല്ല അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സർക്കാർ സ്കൂളിൽ സ്റ്റുഡൻസ് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ വരിക നാട്ടിൻപുറങ്ങളിലേക്ക് വരിക നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളെ ആ സമൂഹമാകെ ഞാൻ നേരത്തെ ഇവിടെ ചെറിയ വാക്കുകളിൽ പറഞ്ഞു. PTA ആയാലും നാട്ടുകാരായാലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനപ്രതിനിധികളായാലും അവരിങ്ങനെ നിൽക്കുകയാണ്. അധ്യാപകർ നന്നായിട്ട് ശ്രമിക്കുകയാണ്, രക്ഷിതാക്കൾ നന്നായി ശ്രമിക്കുകയാണ്. പിന്നെ സാർ പറഞ്ഞ കേരളത്തിലെ പാഠ്യപദ്ധതിക്ക് എന്താ കുഴപ്പം? പഠനം നടക്കുന്നില്ലെന്ന് എന്താ പറയുന്നത്? ഇതൊരു പ്രചരണമാണ്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് നിലവാരം വേണ്ടത്ര ഇല്ല. ചില സൂക്ഷ്മാംശങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏത് വിദ്യാഭ്യാസത്തിനുമുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയട്ടെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം വളരെ ഒരുപാട് അനുകരണീയമായ പ്രശംസനീയമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോൾ മിക്കവാറും എല്ലാ സ്കൂളുകളും ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളെല്ലാം അൺഎയ്ഡഡ് സ്കൂളിൽ കുട്ടികളെ കിട്ടുന്നില്ല. അപ്പോൾ വലിയൊരു കോമ്പറ്റീഷനാണ്, നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു മുൻ വർഷങ്ങളെ അല്ലെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ സ്കൂളുകാരും കുട്ടികളെ സ്കൂളിൽ പരമാവധി വരുത്തുന്നതിന്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട്. കലാലയങ്ങളിൽ നല്ലൊരു അന്തരീക്ഷം, പഠനത്തിന് പറ്റിയ നല്ലൊരു അന്തരീക്ഷം ഇന്ന് സ്കൂളുകളിലെല്ലാം നിലനിൽപ്പുണ്ട്. എല്ലാ സ്കൂളുകളും പരമാവധി നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹം, അത് ഗവൺമെൻറ് മാത്രമല്ല പൊതുസമൂഹം ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലെ എത്രയും വേഗം റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ് നല്ല കാര്യം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജയിക്കുന്നതാണ്. പാസ് പെർസെൻറ്റേജ് 100 എത്തിക്കഴിഞ്ഞാൽ പിന്നെന്തോ ചെയ്യും? പിന്നെന്തോ പേരിലാണ് പ്രസ്റ്റീജ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിലൊക്കെ ആവശ്യമില്ലാത്ത ഒരു പ്രാധാന്യം കൊടുക്കുന്നു, വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നുമില്ല. സ്കൂളിൻ്റെയും അധ്യാപകരുടെയും ഒരു ശ്രേഷ്ഠതയുടെ കാര്യം പറയുമ്പോൾ കോഴിക്കോട്ട് നടക്കാവ് ഗവൺമെൻറ് സ്കൂൾ, അവിടെ പ്രദീപ് കുമാർ MLA വളരെ കാര്യമായിട്ട് ഒരു സ്കൂൾ നന്നാക്കാൻ വേണ്ടി ആദ്യം കുറേ കാശ് കൊടുത്തു MLA ഫണ്ടിൽ നിന്ന്. അപ്പോൾ സ്കൂളുകാർക്ക് വലിയ ഉത്സാഹം. അദ്ദേഹം കുറേ നാട്ടിലിറങ്ങി കുപ്പിരി നടത്തി. അപ്പം ദുബായിലുള്ള ഒരു ഫൈസൽ, ജോൺസൺ അറിയാൻ കാര്യം, ഫൈസൽ നമ്മൾ നേരത്തെ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഫൈസൽ 15 കോടി രൂപയാണ് സംഭാവന ചെയ്തത്. ആ സ്കൂളിൽ നിന്ന് ലോക നിലവാരമുള്ള സ്കൂളാണ്. ആ കുട്ടികൾ അവിടെ ചേരാൻ ബന്ധപ്പെടുക, അവിടെ ചേർന്ന് കിട്ടിയാൽ മതി. മോഡൽ സ്കൂൾ ഇപ്പോൾ അതിലേക്ക് വരും, തിരുവനന്തപുരത്തെ മോഡൽ സ്കൂൾ. അതുപോലെ കോഴിക്കോട്ട് തന്നെയുള്ള ഗവൺമെൻറ് സ്കൂളിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിൽ കണ്ടു വാർത്തയായിട്ട്. കാരണം കുട്ടികൾക്ക് രാത്രി മുഴുക്കുകയും രക്ഷകർത്താക്കൾ അഡ്മിഷന് വേണ്ടി ക്യൂ നിൽക്കുക. ആ കൂടി 42 സീറ്റാണ്. ആ 42 സീറ്റ് കിട്ടാൻ വേണ്ടി അടുത്തുള്ള കുട്ടികളെ പാവപ്പെട്ട രക്ഷിതാക്കൾ ടേൺ വെച്ചിട്ട് ക്യൂ നിൽക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പോരായ്മ, കേരളത്തിലെ കുട്ടികളുടെ എണ്ണം കൂടുന്നില്ല, സ്കൂളുകളുടെ എണ്ണം കൂടുന്നു. അല്ലേ ഞാൻ ചോദിച്ചാല് സ്കൂള് ധാരാളമായി ഈ സർക്കാർ ഇപ്പം ശശിസാറ് ഒക്കെ തർക്കമുണ്ട്, നമ്മൾ സംഘടനാപരമായിട്ടൊക്കെ തർക്കി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഏതാനും 2 ഡസനകത്തുള്ള അൺഎയ്ഡഡ് വിദ്യാലയത്തിന് പുതുതായി കൊടുത്തു, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ സർക്കാർ വന്നിട്ട് ആയിരക്കണക്കിന് വിദ്യാലയങ്ങളെ അനുവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം പഠിച്ച ഈ നാടിൻ്റെ നന്മയായി നിലനിൽക്കുന്ന, നാട്ടുകാരെല്ലാം സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്ന സ്കൂളിനെ ഹെൽത്തി കോമ്പറ്റീഷൻ വിട്ടിരിക്കുകയാണ് മന്ത്രി. കേരള സമൂഹത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ കോമ്പറ്റീഷനെ വേണ്ട ഭയക്കുന്നത്. സാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ നാട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാർക്ക് ഉള്ള ഒരു കാഴ്ചപ്പാട് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്താ? ഈ നാടിൻ്റെ മതേതരത്വം, ഈ നാടിൻ്റെ സമത്വ ഭാവന, എല്ലാം രാജ്യം ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ എവിടെയാണ് വളർന്നു വരുന്നത്? ഈ കേരളത്തിൽ ഇപ്പോൾ അനുവദിച്ച വിദ്യാലയങ്ങൾ ആരാ? സമുദായങ്ങളും ഉപസമുദായങ്ങളും അവിടെ മതാധിഷ്ഠിതമായി ഞങ്ങൾ ആരോപിക്കുകയാണ്. സംഘടന എന്ന നിലയിൽ പഠനം നടത്തണം കേരളത്തിലെ മാധ്യമങ്ങൾ, ഈ വിദ്യാലയങ്ങളിലേക്ക് കടന്നു ചെല്ലണം. നേരത്തെ മിഷണറിമാരും മറ്റു പല ഏജൻസികളും വിദ്യാലയങ്ങൾ നടത്തിയിരുന്നു. അതിന് ഇന്നും പൊതു സ്വഭാവമുണ്ട്, എല്ലാ വിഭാഗങ്ങളും അവിടെ പഠിക്കുകയാണ്. അത് വിട്ട് മതാന്ധത വളർത്തുന്ന നിലയിലേക്ക് കൈകാര്യം ചെയ്യുന്ന
ആ സമുദായക്കാരെ മാത്രം ആഗ്രഹിക്കുന്ന പാഠ്യപദ്ധതിയിലും പുസ്തകം തുറക്കുന്നത് പോലും അതിലേക്ക് വഴുതി വീഴുന്ന തരത്തിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ കൊണ്ടെത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കടക്കം നൂറുകണക്കിന് അംഗീകാരം കൊടുത്തുകൊണ്ട് മറ്റൊരു തരത്തിൽ അവസ്ഥ സൃഷ്ടിച്ച് പൊതുവിദ്യാഭ്യാസത്തിന് അവമതിപ്പുണ്ടാക്കുന്ന നടപടികളും എടുത്തിട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ മന്ത്രി ആരെ അനുവദിക്കുന്ന കാര്യത്തിൽ മുൻ സർക്കാരും കേരളത്തിലെ ഒരു പ്രശ്നം ഇതാണ്. ഇങ്ങനെയുള്ള പൊതു ഇഷ്യൂ ഈ പാർട്ടി പിന്നെ എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ ചട്ടക്കൂടിന് ഉപരിയായിട്ട് കാണേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ഇപ്പോൾ വീണ്ടും സെക്ടേറിയനിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെക്ടേറിയനിസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. അത് ഈ വർഷം ഇന്നലെ തുടങ്ങിയല്ല, കഴിഞ്ഞ 10 കൊല്ലത്തോളം കാലമായിട്ട് നടക്കുകയാണ്. 10-15 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഇത് കൃത്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സ്കൂളിൽ പോകുന്നത്? അതായത് ഞാൻ പലരോടും ചോദിക്കും, ഈ സർക്കാർ സ്കൂളിൽ നിങ്ങൾ പോകാത്ത എന്താണ്? ഇപ്പോൾ 100 വർഷമായി. ഞാൻ അവരോട് ചോദിച്ചു, അത് ഇന്നയാൾ വന്ന് പറഞ്ഞു നമുക്ക് ഒഴിവൊഴിവ് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് വേറൊരാളുമായിട്ട് എക്സ്പോഷർ ഇല്ല, ഈ പൊതുവിടമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഫെർട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക പലയിടത്തും. എഴുതിക്കോ, ഇവിടുത്തെ പകുതി കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വിൽപ്പനയ്ക്കായിരിക്കും. ഇത് കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ടീച്ചേഴ്സിനെ കിട്ടാനില്ല. പലയിടത്തും ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ റിട്ടയർ ആയവർ പഠിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത 30 കൊല്ലത്തേക്ക് നമ്മുടെ സോഷ്യൽ ട്രെൻഡ് എന്തൊക്കെയാണ്? നമ്മുടെ ഫെർട്ടിലിറ്റി കൂടുവോ കുറയുമോ? ഇവിടെ നടക്കുന്ന സമൂഹത്തിൻ്റെ പ്രശ്നം എന്താ? ഇത് അനലൈസ് ചെയ്യാതെ നമ്മൾ പോളിസി ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് എനിക്കൊരു സ്കൂൾ വേണം, ഇന്ന് പറഞ്ഞ പോലെ എൻ്റെ ജാതി അല്ലെങ്കിൽ ഉപജാതി മറ്റതിൻ്റെ പേരിൽ പോയാൽ കുറച്ചുകൂടി എളുപ്പമാണ്. വോട്ട് ബാങ്ക് ഉണ്ട്, അവിടുത്തെ MLA ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കും. ഇങ്ങനെ സ്കൂളുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തുള്ള കോസ്മോപൊളിറ്റൻ സോഷ്യൽ ഫാബ്രിക് പതുക്കെ ശിഥിലമാവും. ഈ ചർച്ചയിൽ പങ്കെടുത്തത് ജോൺ സാമുവൽ, KP സന്തോഷ് കുമാർ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി, റവറൻഡ് ഡോക്ടർ വർക്കി ആറ്റുപുറത്ത്, പ്രിൻസിപ്പൽ, പട്ടം സെൻറ് മേരീസ് സ്കൂൾ, തിരുവനന്തപുരം, ജെ ശശി, ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ്. വട്ടമേശ ചർച്ചയുടെ ഈ വിഷയത്തിന്മേലുള്ള